ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗൂഗിൾ കൊളാബിനെ പറ്റിയിട്ടുള്ളതാണ്. ഞാൻ ഇതിനു മുന്നേ നമ്മുടെ ചാനലിലൊരു പൈത്തൻ്റെ ഒരു ചെറിയൊരു ബേസിക്സ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ കുറച്ച് പൈത്തൻ്റെ ബേസിക്സും കുറച്ച് മെഷീൻ ലേണിംഗ് പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നായിരുന്നു. പിന്നെ ഞാൻ അത്ര കൺസിസ്റ്റൻ്റ് അല്ലാത്തത് കാരണം അതങ്ങനെ പോയി. ഇപ്പോൾ വീണ്ടും എന്താ പറയുക, ഗൂഗിൾ കൊളാബിൽ വർക്ക് ചെയ്തപ്പോഴാണ് വർക്ക് ചെയ്യാൻ വീണ്ടും മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും ഗൂഗിൾ കൊളാബിൽ എടുക്കാനും അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കാനും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനും ഉള്ളൊരു ശ്രമം ആരംഭിച്ചപ്പോഴാണ് എന്തുകൊണ്ട് നിങ്ങൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടാ എന്നുള്ളൊരു തോന്നൽ വന്നത്. സോ ബേസിക്കലി ഞാൻ എന്തുകൊണ്ട് ഈ ടോപ്പിക് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും പ്രോഗ്രാമിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും വെബ് ഡെവലപ്മെൻറ്റും ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റും പല പല കാര്യങ്ങളും പലരും പഠിക്കണം എന്ന് ആഗ്രഹിച്ചൊക്കെ നടക്കും. പക്ഷെ ഒരു ബിഗിനർ എന്ന രീതിയിൽ അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് എന്താ, ഒന്ന് നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും പല ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ചിലപ്പോൾ ബിഗിനേഴ്സിന് എന്താ പറയുക, അതൊന്ന് പിന്നിലോട്ട് വലിക്കുന്ന ഒരു പ്രോബ്ലം ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ കേസിലാണെങ്കിലും പലപ്പോഴും അതെന്തെങ്കിലും പഠിക്കണം എന്ന് പറയുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ ശരിയാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം എറർ അങ്ങനെ പ്രശ്നങ്ങൾ വരും. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മുടെ സിസ്റ്റം അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പോലുള്ള സാധനം എന്തെങ്കിലും ആൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സിസ്റ്റം അതിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും ബിഗിനേഴ്സിനെ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു തുടക്കം എന്ന രീതിയിൽ പിന്നിലേക്ക് വലിക്കുന്ന കാര്യങ്ങൾ. വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഇത് ബേസിക്കലി ഞാൻ പറഞ്ഞു മാത്രം. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, പൈത്തൺ ചെയ്യാനോ പൈത്തൺ പഠിക്കാനോ നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിൻ്റെ ഒന്നും ഫേസ് ചെയ്യേണ്ടി വരില്ല. കാരണം എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗൂഗിൾ കൊളാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതിലൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് സിസ്റ്റവും നിങ്ങൾക്കൊരു ബ്രൗസറും നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് സുഖമായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ധാരാളം ഓൺലൈൻ കമ്പൈലർസും പലതും അവൈലബിൾ ആണ്. ബട്ട് അതേ സെയിം സാധനം തന്നെ കുറച്ചും കൂടി വലിയ ഫീച്ചറോട് കൂടിയിട്ട് നമുക്ക് ഷെയർ ചെയ്യാനും പല ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഇൻ്റർപ്രെറ്റർ അല്ലെങ്കിൽ കമ്പൈലർ, നമുക്ക് പൈത്തൻ്റെ കമ്പൈലർ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ ഗൂഗിൾ കൊളാബ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കുറേ കാലമായി വന്നിട്ട് ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്നു, പിന്നെ കുറേ കാലം ഉപയോഗിക്കാതെ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഇത് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാലോ, മുമ്പ് നിർത്തിവെച്ചത് പൈത്തൻ്റെ കുറച്ച് ബേസിക്സും കുറച്ച് കാര്യങ്ങളൊക്കെ വീണ്ടും ട്രൈ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്താലോ എന്നുള്ള ഒരു തോന്നൽ വന്നത്. സോ എന്തായാലും ഞാൻ ഒരു ബേസിക് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഒരു ക്ലൗഡിലാണ് ഇതെല്ലാം പൈത്തൻ്റെ എല്ലാ എൻവയോൺമെൻറ്റും മൊത്തം റൺ ചെയ്യുന്നത്. നമുക്കവിടെ നമ്മുടെ പൈത്തൺ സ്ക്രിപ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഗൂഗിളാണ് ഇതിൻ്റെ ഫുൾ ബാക്ക് എൻഡ് സിസ്റ്റം കോൺഫിഗറേഷൻസും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്കൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബ്രൗസറും നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. സോ അപ്പോൾ ഞാൻ കൂടുതൽ പറയാതെ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം, അതിൻ്റെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് എടുക്കുക, അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. മുഴുവൻ ഫീച്ചേഴ്സിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് colab.research.google.com. അപ്പോൾ അതിൽ ഇതാണ് ഇതിൻ്റെ വെബ് അഡ്രസ്സ്. അപ്പോൾ നിങ്ങൾ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും കാണിക്കുക. ഈ വിൻഡോയിൽ എന്താ വെച്ചാൽ, നിങ്ങൾ മുമ്പ് ഓൾറെഡി നിങ്ങൾ കൊളാബിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ട്ബുക്സ് ആയിരിക്കും കാണിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്പൺ ആക്കണമെങ്കിൽ ഇവിടുന്ന് ഓപ്പൺ ആക്കാം. നമുക്കിപ്പോൾ തൽക്കാലം ന്യൂ നോട്ട്ബുക്കിലേക്ക് പോവാം. അപ്പോൾ ന്യൂ നോട്ട്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈത്തൻ്റെ നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതാനുള്ള ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പൈത്തൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പേരൊന്ന് മാറ്റിയിട്ട് ഇതിനെ നമുക്ക് ഒരു മൈ ന്യൂ നോട്ട്ബുക്ക് അതിൽ സേവ് ചെയ്തിടാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പൈത്തൻ്റെ കോഡ് സ്ക്രിപ്റ്റ് നമ്മൾ റൈറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഏതൊരു പ്രോഗ്രാമിങ്ങും പഠിക്കുകയാണെങ്കിലും ആദ്യം ചെയ്യുന്ന ഒരു കമാൻഡാണ് ഹലോ വേൾഡ് എന്നുള്ളത്. അപ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ പൈത്തണിൽ ഞാനൊരു കമാൻഡ് എഴുതി. ഇപ്പോൾ റൺ ചെയ്യണമെങ്കിൽ നമുക്കത് ഈ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് റണ്ണാവും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ റിസൾട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണാം എത്രത്തോളം റാമും ഡിസ്കും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ റാം അല്ല, ബാക്ക് എൻഡിൽ ഗൂഗിളിൽ എത്രത്തോളം ഇതിൻ്റെ സിസ്റ്റം ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ബേസിക്കലി നമുക്ക് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ പുതിയൊരു കമാൻഡ് കൂടി നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് കോഡ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കലി 2+2 അടിച്ചിട്ട് റണ്ണ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് 4 എന്നിവിടെ കാണാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെയാണ് ഇത് ബേസിക്കലി പൈത്തൻ്റെ കമാൻഡ്സ് നമുക്ക് റൺ ചെയ്യേണ്ടത്. ഇനി ഇതിൽ വേറൊരു ഓപ്ഷൻ കൂടി എന്താണെന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ ടൈപ്പ് ചെയ്തത് ഇപ്പോൾ നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്യണം ദിസ് ഈസ് മൈ ഫസ്റ്റ് കൊലാബ് നോട്ട് ബുക്ക്, ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ പ്രിവ്യൂ വരുന്നത്. ഇതെങ്ങനെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അത് കാണുന്നത്. നമുക്ക് ടെക്സ്റ്റ് ഇതൊരു പൈത്തൺ കമാൻഡ് അല്ല, നമുക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് വെക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെ പറ്റി കമൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഇനി ഇപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓഫ് സെൽസ്, ഇത് 3 സെല്ലാണ്, ഇതിന് സെല്ലെന്നാണ് പറയുക. നമുക്ക് 3 ടൈപ്പ് ഓഫ് സെല്ല് നമ്മൾ 2 പൈത്തൻ്റെ സെല്ലും ഒരു സാധാരണ ടെക്സ്റ്റ് സെല്ലുമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഓർഡറൊക്കെ മാറ്റാൻ പറ്റും. ഇതിൻ്റെ ഞാൻ ഈ ടെക്സ്റ്റ് സെല്ലിനെ ഏറ്റവും ടോപ്പിലേക്ക് ഇട്ടു. അപ്പോൾ നമുക്ക് ഉടനെ ദിസ് ഈസ് മൈ ഫസ്റ്റ് കൊലാബ് നോട്ട് ബുക്ക്, ദെൻ പൈത്തൻ്റെ ഒരു കമാൻഡ്, പിന്നെ വീണ്ടും ഒരു 2+2 എന്ന് പറഞ്ഞൊരു കമാൻഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ നമുക്കിനിയിപ്പോൾ ഇത് മുകളിലേക്ക് ആക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ്, ധാരാളം ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് റൺ ചെയ്യാം. ഇനിയിപ്പോൾ ടോട്ടൽ ഇത് ഫ്രം സ്ക്രാച്ച് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ഈ റൺ ടൈമിൽ കൊടുത്തെങ്കിൽ റൺ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം റണ്ണായി വരും. അല്ലെങ്കിൽ ഓരോന്ന് റൺ ചെയ്യണമെങ്കിൽ ആ സ്ക്രിപ്റ്റിൻ്റെ അവിടെ പോയിട്ട് ഓരോന്ന് നമുക്ക് റൺ ചെയ്യാം. അങ്ങനെ പലതരം ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുള്ളത് എന്താ വെച്ചാൽ ഈ ഫയൽസിൽ പോയി കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇത് ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആവും. ഇനി നമുക്കത് നമുക്കൊരു സ്പെസിഫിക് ലൊക്കേഷനിലും സേവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു കോപ്പി നമുക്ക് സേവ് ചെയ്യാം. അല്ലെങ്കിൽ ഗിറ്റ്ഹബിലേക്ക് നമുക്ക് പുഷ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി പുഷ് ചെയ്യാം. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് വേറെ എൻവയോൺമെൻറ്റിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. വേറെ ഓൺലൈനായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇമെയിൽ വഴി തന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറുകളാണ്. പിന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടിയും മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസൊക്കെ കുറച്ചും കൂടിയും വൃത്തിയായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് എഴുതാനും പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാധാരണ നമുക്ക് ഈ സ്ക്വയർ റൂട്ട് പോലത്തെ സാധനങ്ങളൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇതിനുള്ളൊരു ഇതെന്താ വെച്ചാൽ QRT ഓഫ് ഞാനൊരു ഇക്വേഷൻ എഴുതാണ് 3x + 1. സോ യു ക്യാൻ സീ ദാറ്റ് ആ ഒരു ടെക്സ്റ്റിൽ ഞാൻ QRT ഓഫ് ഡോളറിൻ്റെ ഉള്ളിൽ ഞാനത് കൊടുത്തപ്പോൾ അതെന്താ ഒരു സ്ക്വയർ റൂട്ടിന് സിമ്പിളാണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് നമുക്ക് റൈറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇത്തരം സിമ്പിൾസൊക്കെ നമുക്ക് നോർമലി നമുക്ക് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. പക്ഷേ ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈവൻ ഇത് പൈത്തണും ഇത് കൊളാബ് പോലുള്ള സാധനങ്ങൾ കൂടുതൽ മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ്, AI വർക്ക്സിനെ ഉപയോഗിക്കും. ധാരാളം ഇക്വേഷൻസൊക്കെ നമുക്ക് നോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വേണ്ടി ഉണ്ടായൊരു ഫീച്ചറാണ്. അപ്പോൾ ഇത് ഭയങ്കര എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്ത് മാത്രം. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങളൊരു പ്രോഗ്രാമിംഗ് പഠിക്കണം അല്ലെങ്കിൽ പൈത്തൺ പഠിക്കണം എന്ന് ആഗ്രഹിക്കണം, അല്ലെങ്കിൽ പൈത്തൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഗൂഗിൾ കൊളാബിനെ പറ്റി നിങ്ങൾ എന്തായാലും മിക്കവാറും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ചെയ്തു തുടങ്ങുക തന്നെ വേണം എന്തായാലും. സോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇൻസ്റ്റാളേഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല. കൂടുതൽ പേര് സ്റ്റക്കായി പോകുന്നത് അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ജസ്റ്റ് colab.research.google.com അടിക്കുക, നിങ്ങളുടെ പൈത്തൺ സ്ക്രിപ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് ബാക്കിയുള്ള പൈത്തൻ്റെ കുറച്ച് ബേസിക്സും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.